ഹായ് സുഹൃത്തുക്കളെ, മാനന്തവാടിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ കുറച്ച് ഉള്ളോട്ട് ഇരിട്ടി ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർക്കാട്ടത്. കോമാച്ചി പാർക്ക് എന്നതിന്റെ പേര്. ഇവിടെ ഈ ഫോട്ടോഗ്രാഫിക് പാർക്കാണിത്. ഫോട്ടോ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടോ. നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപാട് ഫ്രെയിമുകളുണ്ട്. ഏതായി ട്രെയിനുകൾ ഇതിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുക. അതേപോലെ തന്നെ ഇതിൽ കയറി ഈ ഭാഗം ഈ പാർക്കിന്റെ ചുറ്റുഭാഗത്ത് കൂടി ഇങ്ങനെ ഓടിച്ചു പോകും. 50 രൂപ പെർ ഹെഡ് വരുന്നുള്ളൂ. അതൊക്കെ 50 രൂപക്ക് മുതലാട്ടോ. സൂപ്പറാണ് ഈ സംഭവങ്ങളൊക്കെ. ഇവിടെ സൈക്കിളിൽ ഇങ്ങനെ കുട്ടികളിങ്ങനെ കറങ്ങിയത് ഇതൊക്കെ ഫ്രീ ആണ്. 200 രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രി ഫീ ഉണ്ട്. അഡൽട്ടിന് കുട്ടികൾക്ക് 150 രൂപയുണ്ട്. ചിൽഡ്രൻസിന്റെ സെക്ഷൻ വേറെ പാർക്കായിട്ടുണ്ട്. അതിലേക്കൊക്കെ വേറെ ടിക്കറ്റ്, ചെറിയ ടിക്കറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഏതായാലും ഈ പാർക്ക് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ വെറുതെ കാണാൻ വന്നാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശം മാത്രം ഞങ്ങൾ ചെയ്യാണ്. അടിപൊളി പാർക്കാണ്. ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വന്നോളി മക്കളെ, സൂപ്പറാണ് ഇവിടെ. ഇതാണ് ട്രെയിൻ. ഇതിലിങ്ങനെ ഒരു റൗണ്ട് അടിക്കാൻ 50 രൂപ പെർ ഹെഡ് ആട്ടോ. ഡ്രസ്സിന്റെ വരുന്ന കാണാൻ കളർഫുൾ ആയിട്ട് ട്രെയിന്. ആഹാ, അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ എന്താണ് കാണുന്നത്? ഇതിന്റെ അടുത്ത് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതാണ് കയറുന്ന എൻട്രൻസ് ഗേറ്റാണ് കാണുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട് തോന്നുന്നു. ആ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് 200 രൂപ ഒരാൾക്ക്, കുട്ടികൾക്ക് 150 വെച്ച് കൊടുത്തിട്ട് നേരെ ടിക്കറ്റ് എടുത്തതിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. കയറുന്ന വഴി തന്നെ ഫസ്റ്റ് തന്നെ ഒരു കുതിര ഉണ്ട്. അതിന്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. പിന്നെ നേരെ വന്നിട്ട് ഇവിടെ ഒരു ആർട്ട് എന്താണ് എന്തോന്നുണ്ടല്ലോ, ആർട്ട് സിറ്റിയോ, പഴയ ക്യാമറന്റെ കുറെ ചരിത്രങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗാലറി ഉണ്ട് ഇവിടെ. ഇതിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ വരിക. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അതിന് സമയത്ത് നമ്മളിത് പുറത്തിറങ്ങി. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് വേറെ ഒരു സ്ഥലത്തേക്കാണ്. എന്താണ് ഇതിന്റെ പേര്? എക്സിബിഷൻ സെന്റർ ആണ്. അങ്ങനെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ചിത്രങ്ങളാട്ടോ. അവിടെ ഫുൾ ഫ്ലക്സിൽ എഴുതിച്ച കുറെ കാര്യങ്ങളാണ്. അതൊക്കെ വായിച്ച് പഠിക്കുന്ന കുറെ സമയം നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിട്ടോ. ഇതും കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. കുട്ടികൾക്ക് പറ്റിയ സംഭവമാണ്. ഇതും കണ്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമാട്ടോ. ഞായറാഴ്ചകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തിരക്കാവും. അല്ലാത്ത ദിവസങ്ങളിൽ വന്നാല് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലത്ത് നല്ല നല്ല പോസിൽ ഫോട്ടോ ചെയ്യാം. കുറച്ചൊന്ന് വെയില് ഉള്ള സമയത്ത് വരും വേണം. ഒരു വൈകുന്നേരങ്ങളിൽ അന്ന് രാവിലെകളിലൊക്കെ വന്നാൽ അവിടെ കോടമഞ്ഞൊക്കെ മൂടിയിട്ട് ഫോട്ടോസ് ഒന്നും ഇത്ര ക്ലിയർ ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല വെളിച്ചുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ, ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ, നല്ല വ്യൂ ആണ്. ഇതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുറെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. തോണിയിലൊക്കെ കയറി ഫോട്ടോ എടുക്കുക. പങ്കായൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അതിന്ന് ഒരു കുറെ ഫോട്ടോസ് എടുത്ത് പിന്നെ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംസ്ഥാനങ്ങളിലെ വേഷങ്ങളുണ്ട്. രാജസ്ഥാന്, ഗുജറാത്ത്, അങ്ങനത്തെ കുറെ കോസ്റ്റ്യൂംസും അതിന്റെ ഓർണമെന്റ്സും അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള കുറെ സാധനങ്ങളുണ്ട്. തൊപ്പികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കട്ടോ. ഇതേപോലെ ഇങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടട്ടോ. അടിപൊളി പിക്ക് അവിടുത്തെ എടുത്ത് എങ്ങനെയാണ്. അതുപോലെ പുറത്തുനിന്ന് ഇങ്ങനെ കുറെ ജനവാതിലിൽ കൂടെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഔട്ട്പുട്ട് ഇത് കാണിക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനുള്ള പല സെറ്റിങ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? എങ്ങനെയൊക്കെ കിട്ടും ഫോട്ടോസ്. ഇതൊക്കെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരിക. അടിപൊളിയായിട്ട് ഫോട്ടോസ്. ഇവര് ഫോട്ടോ എടുത്ത് തരാൻ അവിടെ ആളുണ്ട് കേട്ടോ. നമ്മള് ക്യാമറ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഫോട്ടോസ് എടുത്തിരും. പിന്നെ ഇതാണ്ടില്ലേ ഈ കാറ്, ഇങ്ങനത്തെ കുറെ കാറുകളും കുറെ സാധനം, ചെറിയൊരു ഫോറസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കയറി ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി. അടിപൊളിയാണ്. പഴയൊരു ബസ്, ട്രാക്ടർ, പിന്നെ സൈക്കിളൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ചവിട്ടി കളിക്കുക. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ സൈക്കിളുണ്ട്. അതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. ഈ ട്രെയിൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, അതിൽ കയറി ഫോട്ടോസ് എടുക്കുക. ഈ ചിൽഡ്രൻസ് പാർക്ക് കുറെ ഫ്രീ ആയിട്ടുള്ള കുറെ സെക്ഷൻ ഉണ്ട്. അതിൽ പോയി കളിക്കുന്ന കുട്ടികൾക്ക്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചെറിയ ടിക്കറ്റുകളൊക്കെ എടുത്ത് കയറണം. പിന്നെ കോംബോ പാക്ക് ഉണ്ട്. മൊത്തത്തിൽ എല്ലാത്തിനും കയറാനുള്ള എന്തൊക്കെ കോംബോ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഐസ്ക്രീം സംഗതികളൊക്കെ അതിനുള്ളിൽ കിട്ടുന്നുണ്ട്. കണ്ടോ? ഇത് അടിപൊളിയാണ്. ഈ പാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ചെറിയ മക്കൾക്ക് കേട്ടോ, ഒരു 10 വയസ്സിന് താഴെ, 8 വയസ്സ് ആ റേഞ്ച് വരുന്ന കുട്ടികൾ വരെ കളിക്കാൻ പറ്റിയ പാർക്കാണ്. പിന്നെ മുകളിലേക്കുള്ള കുട്ടികൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെടില്ല. ചെറിയ മക്കൾക്കുള്ള പാർക്കാണ്. പഴയ ഒരു ട്രാക്ടർ ഉണ്ട്. ഇതിന് കയറി ഫോട്ടോസ് ഒക്കെ എടുക്കട്ടോ. ഇതാണ് ആ ട്രാക്ടർ.
എല്ലാം ഫോട്ടോക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സംഗതികളാണ്. അതിൽ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതില് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബേഡ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഇവർക്കുള്ള തീറ്റയുമേ കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ കയ്യിലൊക്കെ വന്ന് സാധാരണ പെറ്റ്സ് പാർക്കിലൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ച് നേരം അതൊരു രസമാണ്. ഇവിടെ നമ്മളെ കയ്യിലൊക്കെ വന്ന് നിന്ന് ഭക്ഷണം കഴിക്കും, അങ്ങനെ കൊത്തി കഴിക്കും. അതൊക്കെ ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കുറച്ചു നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഇവിടെ. വരുമോ അങ്ങനെ ഡ്രസ് കീറൂലേ? വരാത്തപ്പോ കാട്ടണം. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു 20 പേർക്ക് ഇവിടെ കയറിയാൽ ഇത് മുതലാവും. കുറെ ഫ്രെയിമുകളുണ്ട്. ഞാൻ ആദ്യം കാണിച്ചാൽ മാത്രമല്ല കുറെ ഇഷ്ടം പോലെ എല്ലാത്തും കുറെ ഉണ്ട്. എല്ലാം നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല. ഇതേപോലെ കുറെ സ്ഥലങ്ങളിൽ ഫോട്ടോസ് ഒക്കെ അവരുടെ കുറെ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ സാമ്പിളുകൾ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ സ്റ്റാച്യൂലൊക്കെ ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കുക. 200 രൂപക്ക് ഇവിടെ ഒരു ഉച്ചക്ക് വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ പൈസ മുതലാവും. കൊമാച്ചി പാർക്ക് മാനന്തവാടി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ ലൊക്കേഷൻ കിട്ടും. എല്ലാവരും ഒന്ന് വന്നൊന്ന് കണ്ട് ആസ്വദിക്കേണ്ട വേണം. ഇവിടെ ഇപ്പോഴത് അറിയാൻ കഴിയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഫോട്ടോസിന്റെ ഒക്കെ ചെറിയ ഓരോ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അടിപൊളി, നല്ല വെളിച്ചെണെങ്കിൽ നല്ല ഇങ്ങനത്തെ ക്ലിയർ പിക്ക് കിട്ടും. അടിപൊളി ക്ലാരിറ്റിയുള്ള പിക്ക് എടുക്കാൻ പറ്റും. ഈ ബസ്സൊക്കെ എന്തായാലേ കാണാൻ രസം, അടിപൊളിയാണ്. ബസ്സിന്റെ മുന്നിൽ ഫോട്ടോ എടുത്താൽ പച്ച കാറ്, പല സൈസ് കാറുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ കൊമാച്ചി പാർക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. എല്ലാവരും ഞങ്ങളെ ചാനലിന് കട്ട സപ്പോർട്ട് തരുന്ന പ്രത്യേകം പറയാന്, ബെൽ ബട്ടൺ അമർത്തനെ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടണമെന്ന് പ്രത്യേകം പറയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.